ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 17-ാമത്തെ വാക്യം. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശു എന്ന പോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളാത്തവൻ അതിൽ കടക്കുകയില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. ക്രിസ്തു ഇവിടെ സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന ഒരു ആമുഖത്തോടു കൂടിയാണ് ഈ ഒരു വാക്ക് പറയുന്നത്. ഓരോ പ്രാവശ്യവും അവൻ സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിന്, ദൈവത്തിന് പൂർണ്ണമായും അറിവുള്ള ഒരു കാര്യം അതവൻ പഠിച്ചതോ പഠിപ്പിച്ചതോ അല്ല, മറിച്ച് അത് സത്യമാണെന്ന് ദൈവത്തിന് വ്യക്തിപരമായി അറിയാവുന്ന ഒരു വസ്തുത അവൻ നമ്മളോട് പറയുവാൻ പോവുകയാണ്. ദൈവരാജ്യത്തെ എങ്ങനെ സ്വീകരിക്കണം എന്ന് ഇവിടെ ഈ വാക്കിലൂടെ അവൻ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്കറിയാം, യേശുവിൻ്റെ ജന്മത്തോടെ ഭൂമിയിൽ ദൈവരാജ്യം ആരംഭിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ ദൈവരാജ്യം എന്താണെന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ പരമാധികാരം, ശക്തി, അധികാരം, ഇവയെല്ലാം വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ദൈവരാജ്യം. തൻ്റെ രാജ്യം സ്വീകരിക്കാൻ, തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുവാൻ ഒരു കുഞ്ഞിൻ്റെ നൈർമല്യത്തോടെ, ഒരു കുഞ്ഞിൻ്റെ എളിമയോടെ, ഒരു കുഞ്ഞിൻ്റെ ലാളിത്യത്തോടെ വരാത്ത ആർക്കും സാധിക്കുകയില്ല എന്ന് ക്രിസ്തു ഇവിടെ നമ്മളോട് പറയുകയാണ്. മുതിർന്നവർ തങ്ങളുടെ കുട്ടികളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കുട്ടികളും അവനും തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ് എന്ന് അവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അവൻ്റെ രാജ്യത്തിൽ അവർക്കുള്ള സ്ഥാനം, തൻ്റെ രാജ്യത്തിൽ കുഞ്ഞുങ്ങൾക്കുള്ള സ്വീകാര്യത അവൻ നമുക്ക് പറഞ്ഞു തരികയാണ്. കുട്ടികൾ വരുന്നു, അവൻ അവരെ സ്വീകരിക്കുന്നു, അവർക്ക് ദൈവരാജ്യം പ്രത്യുപകാരമായി ലഭിക്കുന്നു, അതിൽ അവർക്ക് പ്രവേശനം ലഭിക്കുന്നു. തീർച്ചയായും നമ്മൾ മുതിർന്നവർക്കും തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മാനദണ്ഡം അവൻ നമ്മളോട് പറയുകയാണ്. അത് ശക്തിയോ സൽപ്രവൃത്തികളോ പണമോ ഈ ലോകത്തിലെ പ്രശസ്തിയോ ഒന്നുമല്ല, മറിച്ച് ഒരു നൈർമല്യമുള്ള ഹൃദയത്തിനുടമയായി, ഒരു എളിമയുള്ള മനസ്സിനുടമയായി, ഒരു ലാളിത്യമുള്ള ജീവിതം നയിക്കുന്ന, അസൂയ, അഹങ്കാരം ഇതൊന്നും ഇല്ലാതെ ഒരു ശിശുവിൻ്റെ സ്വഭാവ ഗുണത്തോടെ ദൈവരാജ്യം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാൻ സാധിക്കണം. ശിശുവിനെ പോലെ ആകുക എന്നത്, ശിശുവിനെ പോലെ ജീവിക്കുക എന്നത്, അത് അവൻ്റെ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിനുള്ള ഒരു മാനദണ്ഡമാണ്. അങ്ങനെയുള്ളവർ അതിൻ്റെ നിവാസികളാണ്, ആ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലെ നിവാസികളാണ്. നമുക്കും കുഞ്ഞുങ്ങളെപ്പോലെ എളിമയുള്ളതും ലോകമയമല്ലാത്തതുമായ അവസ്ഥയിൽ ജീവിക്കുവാനും കുഞ്ഞുങ്ങളെപ്പോലെ എളുപ്പത്തിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനും സംഗതിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമ്മെ അവൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന ഉത്തമ ബോധ്യത്തോടെ നല്ല ഓട്ടമോടാം. നല്ലൊരു ദിവസം നേരുന്നു.